ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതൊരു കുഞ്ഞു ഓണം വീഡിയോ ആണേ. നിങ്ങൾ വിചാരിക്കും ഓണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി എന്നിട്ടാണ് ഓണം വീഡിയോ ഇടുന്നതെന്ന്. ഞാനിങ്ങനെ ഫോണിലെ വീഡിയോസൊക്കെ ബാക്കപ്പ് എടുക്കുമ്പോഴാണ് ജസ്റ്റ് ഈ ഒരു നമ്മൾ കനകക്കുന്ന് മ്യൂസിയം റോഡിൽ ഓണാഘോഷ പരിപാടി ലൈറ്റ് ഷോയും ഡ്രോൺ ഷോയും ഒക്കെ കാണാൻ പോയപ്പോൾ എടുത്ത ഈ കുറച്ച് വീഡിയോസ് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്ന്. ചതയം ദിനത്തിനാണ് ഞങ്ങൾ പോയത്. ഈ തിരക്ക് കണ്ടില്ല, ഒത്തിരി തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് കനകക്കുന്നിൻ്റെ ഉള്ളിലാണ്, കനകക്കുന്നിലാണ് മെയിൻ സ്റ്റേജും സ്റ്റേജ് ഷോസും ഒക്കെ നടക്കുന്നത്. പിന്നെ അല്ലാണ്ട് തന്നെ ചെറിയ ഓരോ സെക്ഷനിൽ ചെറിയ ചെറിയ പ്രോഗ്രാംസൊക്കെ അല്ലാണ്ടും നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ കറങ്ങി കണ്ട് പ്രോഗ്രാംസൊക്കെ കാണാം. പിന്നെ ഇടയ്ക്ക് നമുക്കിങ്ങനെ കുറേ സ്റ്റാച്യൂസും ആർട്ട് വർക്ക്സും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നമുക്ക് പോയി കഥകളി പോലത്തെയും ഈ തമിഴ്നാട്ടിൽ നമ്മളുടെ ആ ഒരു ജല്ലിക്കെട്ടിൻ്റെ ആ മോഡൽ അങ്ങനത്തെയൊക്കെ കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ചെന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. കനകക്കുന്നിൽ എവിടെ തിരിഞ്ഞാലും ലൈറ്റാണ്, മുക്കിലും മൂലയിലും ഒക്കെ ഫുള്ളിങ്ങനെ ലൈറ്റപ്പ് ചെയ്തിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ മെയ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ശരിക്കും ന്യൂസ് പേപ്പറിലും ന്യൂസിലൊക്കെ മെയ്സിൻ്റെ കുറേ വീഡിയോസൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഈവൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയ ദിവസം എന്താണെന്നറിയില്ല, അത് ക്ലോസ്ഡ് ആയിരുന്നു, ടെമ്പററി ക്ലോസ് ചെയ്തതായിരിക്കും, അത് ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കനകക്കുന്നിൽ നിന്ന് ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് ഒരു ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഞങ്ങൾ റിലാക്സ് ചെയ്തിരുന്നു. കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു കനകക്കുന്നിൽ. ഉള്ളിൽ നമ്മൾ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ നടക്കാനും കാണാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടയേർഡായി പാർക്കിൽ വന്ന് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഡ്രോൺ ഷോ കാണാൻ വേണ്ടി പോയത്. പോകുന്ന വഴിക്ക് ഫുള്ള് ഈ രണ്ട് സൈഡിലും നമുക്കറിയാമല്ലോ, രണ്ട് സൈഡിലും ഗവൺമെൻറ് ഓഫീസും അല്ലാത്ത ഓഫീസുകളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ലൈറ്റപ്പ് ചെയ്ത് ചിലയിടത്തൊക്കെ പ്രോഗ്രാംസ് ഈവൻ സ്റ്റേജ് ഷോസൊക്കെ ചെറിയ ചെറിയ ഗാനമേള അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മളുടെ ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഓഫീസാണ്. നല്ല രീതിയിൽ തന്നെ ലൈറ്റപ്പൊക്കെ ചെയ്ത് എവിടെ നിന്നാലും നല്ല ഭംഗിയായിട്ട് നമുക്കത് കാണാൻ പറ്റും. അങ്ങനെ റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള ലൈറ്റുകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിനടുത്താണ്. അവിടെയാണ് നമ്മുടെ ഡ്രോൺ ഷോ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഡ്രോൺ ഇങ്ങനെ എല്ലാം ഫോർമേഷനൊക്കെ സെറ്റാക്കി താഴെ ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് നിയമസഭാ മന്ദിരത്തിൻ്റെ ഓപ്പോസിറ്റ് ഫ്രണ്ടിലാണ് നിന്നത്. ആക്ച്വലി ഈ ഡ്രോൺ ഷോ കാണാൻ നമുക്ക് എവിടെ നിന്നാലും, മ്യൂസിയം കനകക്കുന്ന് ആ ഏരിയയിൽ എവിടെ നിന്നാലും നമുക്ക് ഈ ഡ്രോൺ ഷോ കാണാം. അത്രയ്ക്കും ഹൈറ്റിലായിരുന്നു ആ ഷോ ഉണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും അത്ഭുതമൊക്കെ ആയിരുന്നു ഈ ഡ്രോൺ ഇങ്ങനെ ഓരോ ഫോർമേഷൻ എടുക്കുന്നതും. അപ്പോൾ നമ്മളുടെ കഥകളിയും സദ്യയും മാവേലിയും പിന്നെ വിഴിഞ്ഞം പോട്ടും അങ്ങനെ വള്ളംകളി അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ വണ്ടറായി പോകും എങ്ങനെ ഇത് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത്. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് എക്സൈറ്റ്മെൻറ്റും നമുക്കൊരു അത്ഭുതവും ഒക്കെ തോന്നും. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല കളർഫുള്ളായിട്ട് തന്നെ നമുക്ക് കേരളത്തിൻ്റെ തനിതായ ഓരോ നാടൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കിങ്ങനെ ഡ്രോൺ ഷോയിലൂടെ കാണാൻ പറ്റി. അപ്പോൾ ഈ ഡ്രോൺ ഷോയും നമ്മുടെ തിരുവനന്തപുരത്തെ ലൈറ്റിങ്ങും ഓണാഘോഷവും ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണമെന്ന് കരുതി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.